വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് A+ ഉറപ്പിക്കാൻ വേണ്ടി 30 മാർക്ക് ഷുവർ ആക്കണമെങ്കിൽ ഇതാ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. റെഡി അല്ലേ? യെസ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ് ബാസിലസ് തന്നിട്ടുണ്ട്. കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ് നമ്മൾ വിബ്രിയം അല്ലെങ്കിൽ വിബ്രിയോ എന്ന് പറയുന്നത്. ട്രിപ്പനോസോമ എന്ന് പറയുന്നത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോമൻ ആണ്. പാരമീസിയം എന്താണ്? സീലിയേറ്റഡ് പ്രോട്ടോസോമൻ. അപ്പോൾ ആ എക്സാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിന്റെയും ക്ലാസിഫിക്കേഷനും ഗ്രൂപ്പും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ ഓർഗാനിസം, മാർക്ക് ദ പാർട്സ് ലേബിൾഡ് ആസ് 1 and 2. ഇതാരാണ്? നമുക്കറിയാം, ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. അതിൽ 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ RNA ആണ്. 2 എന്ന് പറയുന്നത് കാസ്പിഡ് ആണ്. ഈ ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. സോ ഷുവർ ആയിട്ടും മനസ്സിലാക്കി വെക്കാം. അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. കണ്ടാൽ അറിയാം എന്താണ്? നമ്മുടെ നോസ്റ്റോക്ക് ആണ്. അതുപോലെ ഗ്രീൻ മൾട്ടി സെല്ലുലർ അസെക്ഷൽ ബഡ് ഓഫ് ലിവർ വേർഡ്സ് ആർ കോൾഡ്. എന്താണ് ഇതിനെ പറയുന്നത്? അസെക്ഷൽ ബഡ്സ് ഓഫ് ലിവർ വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ജെമ്മെ എന്ന് പറയുന്നത് അല്ലെ? ജെമ്മെ എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ദ ലീഫ് ഈസ് കോൾഡ്. ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ദ ലീഫ് എന്താണ്? ടിഷ്യൂവിന്റെ ഗ്രൗണ്ട് ടിഷ്യൂവിനെ അല്ലെങ്കിൽ ലീഫിലെ ഗ്രൗണ്ട് ടിഷ്യൂവിനെയാണ് നമ്മൾ മീസോഫിൽ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ ഓഫ് ആൽഗൽ ഡിവിഷൻസ് ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലോറോഫൈസിൽ ക്ലോറോഫിൽ A, B തന്നിട്ടുണ്ട്. ഫിയോഫൈസി തന്നിട്ടുണ്ട്. ബാക്കി ഫില്ല് ചെയ്യാനാണ്. A എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർച്ച് ആണ്. അതുപോലെ B ആണ് ഇവിടെ എന്തുള്ളത്? ഫിയോഫൈസിൻ്റെതാണ് നമ്മുടെ ഫ്യൂക്കോക്സാന്തിൻ എന്ന് പറയുന്നത്. സിയിൽ കാണുന്ന എന്താണ്? എയും ഡിയും ഫൈക്കോ എടുത്തിട്ടുള്ളത് ഏതാണ്? നമ്മുടെ റോഡോഫൈസിയാണ്. അതിലെ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലോറിഡൈൻ സ്റ്റാർച്ച് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. അടുത്തത് സെവറൽ റൈബോസോംസ് അറ്റാച്ച് ടു എ സിംഗിൾ mRNA ആൻഡ് ഫോം എ ചെയിൻ കോൾഡ്. എന്താണ് സെവറൽ റൈബോസോംസ് അറ്റാച്ച് ആയതിനെ നമ്മൾ പോളി റൈബോസോംസ് എന്ന് പറയുന്നു അല്ലെ? പോളി റൈബോസോംസ് അല്ലെങ്കിൽ പോളിസോംസ് എന്ന് പറയുന്നു. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. പോളി റൈബോസോംസ് അല്ലെങ്കിൽ പോളിസോംസ് എന്ന് പറയുന്നു. ഇനി വാട്ട് ആർ ബുള്ളിഫോം സെൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഒന്നും കൂടിയാണ്. എന്താണ്? ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് ഓൺ ദി അപ്പർ എപ്പിഡെർമിസ് ഓഫ് മോണോകോട്ട് ലീഫ് അല്ലെ? മോണോകോട്ട് ലീഫിൽ കാണുന്ന എപ്പിഡെർമിസിനോട് ചേർന്ന ഒരു ലാർജ് എംപ്റ്റി സെല്ലിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുള്ളിഫോം സെൽ എന്ന്. വാട്ടർ സ്ട്രെസ്സിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെല്ലുള്ളത്. അടുത്തത് ഡിഫോൺ പ്രയോൺസ് നെയിം എ ഡിസീസ് കോസ്ഡ് ബൈ പ്രയോൺസ്. ഇൻ ദ പ്രയോൺസ് ഇൻഫെക്ഷ്യസ് ഫോൾഡഡ് പ്രോട്ടീൻസ് ദാറ്റ് കോസ് ന്യൂറോളജിക്കൽ ഡിസീസ് ആർ കോൾഡ് പ്രയോൺസ്. ന്യൂറോളജിക്കൽ ഡിസീസ് കോസ് ചെയ്യുന്ന ഫോൾഡഡ് പ്രോട്ടീൻസിനെയാണ് നമ്മൾ പ്രയോൺസ് എന്ന് പറയുന്നത്. അതിന് നോക്കാം. എയിം എ ഡിസീസ് ബൈ പ്രയോൺസ് ചോദിച്ചിട്ടുണ്ട്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, അതുപോലെ മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റൽ, അതുപോലെ ജേക്കബ് ഡിസീസ്, CGD ഒക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസും കൂടെ മറക്കാതെ നോക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ്സ് ആർ ഹോമോസ്പോറസ്. But these are some expectations. What is heterospory? And name 2 pteridophytes which show heterospory. എന്താണ്? Production of 2 kinds of spores is known as heterospory. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മാക്രോസ്പോസ് ആൻഡ് മൈക്രോസ്പോസ് ഈസ് കോൾഡ് ഹെറ്ററോസ്പോറി. രണ്ട് രീതിയിലും നിങ്ങൾക്ക് എഴുതാം. ഇനി ഇതിന് എക്സാമ്പിൾ ഇത് എവിടെ കാണുന്നത്? നമ്മൾ സെലാജിനയിലും സാൽവീനയുമാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ കുറേ തവണ പഠിച്ചിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇത്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ലേബിൾ ദ പാർട്സ് A, B and C. റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻസ് ഓഫ് റൂട്ട് ഹെയർസ് അല്ലെ? A എന്ന് പറയുന്നത് ഏതാണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. B എന്ന് പറയുന്നത് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ്. C എന്ന് പറയുന്നത് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ്. ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, റൂട്ട് ഹെയർസ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. സോയിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി ആർക്കാണുള്ളത്? റൂട്ട് ഹെയർസിനാണ്. ഇനി നോക്കാം അടുത്തത്. സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയാറ്റംസ് ആർ കോൾഡ് ഡയാറ്റമീഷ്യസ് എർത്ത്. റൈറ്റ് 2 യൂസസ് ഓഫ് ഇറ്റ് ആൻഡ് നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഡയാറ്റംസ് ബിലോങ് ടു. എന്താണ് ഡയാറ്റംസ്? നമുക്കറിയാം. എന്താ ഡയാറ്റംസ് എന്ന് പറയുന്നത്? ആൽഗൈ നമ്മൾ പഠിക്കുന്നതാണ്. ദേ ആർ യൂസ്ഡ് ഇൻ പോളിഷിംഗ്, യൂസ്ഡ് ഇൻ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. എന്താണ് കാണുന്നത്? നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ പറയുന്നത് എന്താണ്? ക്രൈസോഫൈറ്റ്സ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിക്കാം. അടുത്തത് മാച്ച് ഫോളോയിങ് ആണ്. ഷോർട്ടായിട്ട് നമ്മൾ പഠിക്കുന്ന, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു ടോപ്പിക്കാണ് ഇത് റെഡ് ആൽഗെ ബ്രയോഫൈറ്റ് എന്നുള്ളത്. ഇത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യാനാണ് അല്ലേ? അപ്പോൾ റെഡ് ആൽഗയിൽ വരുന്നതാണ് എന്ത്? മെറ്റീരിയൽ പ്രോട്ടീൻ സ്റ്റാർച്ച്. ബ്രയോഫൈറ്റിൻ്റെ ആണ് പ്രോട്ടോണിമ. ടെറിഡോഫൈറ്റിലാണ് പ്രോത്താലസ് ആൻഡ് ജിംനോസ്പെർമിലാണ് മൈക്കോറൈസ വരുന്നത്. പറകില്ലല്ലോ, ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ദ ഫ്രൂട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ഓഫ് കോക്കനട്ട് ആൻഡ് മാംഗോ ആർ കോൾഡ്.
എന്താണ് വാട്ട് ആർ പാർത്തനോകാർപിക് ഫ്രൂട്ട്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മൾ ഡ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ, മാംഗോയിലൊക്കെ നമ്മൾ കാണുന്ന ഫ്രൂട്ടാണ് ഡ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി പാർത്തനോകാർപിക് ഫ്രൂട്ടോ, ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവറി, അൺഫെർട്ടിലൈസ്ഡ് ഓവറി ഈസ് കോൾഡ് പാർത്തനോകാർപിക് ഫ്രൂട്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് പഠിക്കണം. അപ്പം അവിടുത്തെ സീഡ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റോകോൺട്രിയ ആർ ദ സെൽ അല്ല പവർ ഹൗസ് ഓഫ് ദ സെൽ. വൈ നെയിം ദ ഇൻഫോൾഡിങ്സ് ഓഫ് ഇന്നർ മെമ്പറൈൻ മൈറ്റോകോൺട്രിയ. അപ്പം നമുക്കറിയാം മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് സെല്ലുലാർ എനർജി പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് അവർ നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ആൻഡ് അതെന്ത് ചെയ്യുന്നു? ദേ ഫോം ATP, ഹെൻസ് ദേ ആർ കോൾഡ് പവർ ഹൗസ് ഓഫ് ദ സെൽ. ആൻഡ് അതിന് ഇന്നർ മെമ്പറൈനിലുള്ള ഫോൾഡിങ്സിനെ നമ്മൾ പറയുന്നതാണെന്ത്? ക്രിസ്റ്റ എന്ന് പറയുന്നത്. എന്താണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്? ഇനി അടുത്ത് നോക്കാം. Given below are the characteristic features of bryophyte and gymnosperm. Arrange them in corresponding column. ഇവിടെ തന്നിട്ടുണ്ട് lack true root, stem or leaf, naked seeded plant, sporophyll form compact strawberry or corn, depend on water for sexual reproduction. അപ്പോൾ ബ്രയോഫൈറ്റിനും ജിംനോസ്പെർമിലേക്ക് നമ്മളിത് ക്ലാസിഫൈ ചെയ്ത് ഇതാണ് വേണ്ടത്. ബ്രയോഫൈറ്റിൽ എന്താണ്? ട്രൂ റൂട്ട്, സ്റ്റെം, ലീഫ് ഇല്ല, ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതേസമയം ജിംനോസ്പെർമിലോ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്, സ്പോറോഫിൽ ഫോം കോമ്പാക്ട് സ്ട്രോബെറി ഓർ കോൺ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തായാലും പഠിച്ചു വെക്കണം, ഒരു ചോദ്യം ഉറപ്പാണ്. അടുത്തത് ഇതാ വീണ്ടും റൂട്ടിന്റെ സ്ട്രക്ചർ ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫംഗ്ഷൻ ഓഫ് റൂട്ട് ക്യാപ്പ് ആണ്. മറ്റേത് എന്താണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ, ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എന്താണ്? റൂട്ട് അപ്പെക്സ് അല്ലെങ്കിൽ റൂട്ട് ക്യാപ്പിൽ വരുന്ന എന്താണ്? പ്രൊട്ടക്ട് ദ ടെൻഡർ അപ്പെക്സ് ഓഫ് റൂട്ട് അല്ലെ, പ്രൊട്ടക്ഷൻ ആണ് റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. ദ അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ് ഷോ മെനി ഡിഫറൻസസ്. മെൻഷൻ എനി 2 ഡിഫറൻസസ്. എന്താണ്? ഡൈക്കോട്ടിന്റെയും മോണോകോട്ട് ലീഫിന്റെയും ഡിഫറൻസസ് ആണ്. ഡൈക്കോട്ട് ലീഫാണ് സ്റ്റൊമാറ്റോ ഓൺ ദി ലോവർ എപ്പിഡെർമിസിൽ കാണൂ. മോണോകോട്ടിൽ രണ്ടിടത്തും കാണാം. മീസോഫിൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നു? പാലിസൈഡ് പാരൻകീമ, സ്പോഞ്ചി പാരൻകീമ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. മോണോകോട്ട് ലീഫിൽ എന്താണ്? ഒന്നും അങ്ങനെ ഡിഫറൻഷിയേഷൻ ഇല്ല, മീസോഫിൽ മാത്രമായിട്ടാണ് കാണുന്നത്. ഡൈക്കോട്ട് ലീഫിൽ ഗാർഡ് സെൽ കിഡ്നി ഷേപ്പ് അല്ലെങ്കിൽ ബീൻ ഷേപ്പാണ്. മോണോകോട്ട് ലീഫിലെ ഗാർഡ് സെല്ലിന്റെ ഷേപ്പ് എന്താണ്? ഡംബൽ ഷേപ്പാണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇനി ഫ്ലോറൽ ഡയഗ്രാം. ഐഡന്റിഫൈ ദ ഫാമിലി, റൈറ്റ് ഇനി 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫാമിലി ആണ്. നമുക്ക് ഒരു ഫാമിലിയെ പഠിക്കാനുള്ളൂ. സോളനീസി ആണ്. അതിന് ഫീച്ചർ ഏത് വേണം നിങ്ങൾക്ക് എഴുതാം. ആക്ടിനോമോഫിക്, ബൈസെക്ഷൽ, ഹൈപ്പോഗൈനസ്, 5 പെറ്റൽസ്, ഗാമോ പെറ്റാലിസ് ആണ്, സിൻകാർപ്പസ്, സുപ്പീരിയർ ഓവറി. ഇത് ഏത് വേണമെങ്കിലും എഴുതാൻ കഴിയുന്നതാണ്. ഇനി നോക്കിക്കേ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. എന്താണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെയും റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെയും വ്യത്യാസം എന്നാണ് ചോദ്യം. നോക്കുക, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുമ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്താണ്? വിത്ത് റൈബോസോംസ് ഓൺ ദി സർഫസ് ആണ്, ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. സ്മൂത്തിലാണെങ്കിലും അവിടെ റൈബോസോം ഇല്ല, പകരം എന്താണ്? ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ലിപ്പിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺ സിന്തസിസ് ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ ലിപ്പിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ഇവിടെ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മുടെ റഫിന്റെ പ്രത്യേകത. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ ഇൻഫ്ലോറസെൻസ്, ഡിഫറൻഷിയേറ്റ് റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസെൻസ്. എന്താണ്? യെസ്, റെസിമോസ് ഇൻഫ്ലോറസെൻസും സൈമോസ് ഇൻഫ്ലോറസെൻസുമാണ് ചോദ്യം അല്ലേ. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ഫ്ലവേഴ്സ് ഡെവലപ്പ് ഇൻ അക്രോപീറ്റൽ സക്സഷൻ. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. ദ മെയിൻ ആക്സിസ് ഫ്ലവർ ഡെവലപ്പ് ഇൻ ബേസിപീറ്റൽ സക്സഷൻ, ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ചോദ്യം എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. റെസിമോസ് നമുക്കറിയാം അക്രോപീറ്റൽ സക്സഷൻ ആണ്. സൈമോസ് എന്താണ്? ഫ്ലവറിലാണ് അത് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് മറന്നു പോകേണ്ട, എക്സാമ്പിൾസും പഠിക്കുക. ഇനി ഇതാ വാസ്കുലർ ബണ്ടിൽ C and B നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതെന്താണ്? റേഡിയൽ വാസ്കുലർ ബണ്ടിൽ, ഇത് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. രണ്ടിനും പ്രത്യേകതകൾ അറിയാലോ. റേഡിയൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരിക. കൺജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഇടയിൽ ക്യാമ്പിയും വരും. സൈലും ഫ്ലോയും അടുപ്പിച്ചാലുണ്ടാവുക. ക്യാമ്പിയും ഉണ്ടെങ്കിൽ ഓപ്പൺ ആണ്, ഇല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും. ഇനി based on the position of centromere, chromosomes can be classified into 4 types. Name the 4 types of chromosome. What is satellite? Chromosome നമുക്കറിയാം മെറ്റാസെൻട്രിക്, സബ്മെറ്റാസെൻട്രിക്, ടീലോസെൻട്രിക്, അതുപോലെ അക്രോസെൻട്രിക് ഉണ്ട്. നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി constrictions in some chromosome give the appearance of small fragment at the end of chromosome called satellite. എപ്പോൾ ക്രോമസോം ചോദിക്കുമ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോ സാറ്റലൈറ്റ് എന്താണെന്ന് ചോദിക്കാറുള്ളതാണ്, അല്ലെങ്കിൽ ലേബൽ ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഈസ്റ്റിവേഷൻ വളരെ കോമൺ ആയിട്ട് വരുന്ന ചോദ്യമാണ്. ഡിഫൈൻ ഈസ്റ്റിവേഷൻ, ഐഡന്റിഫൈ ABC and D. ഏതൊക്കെയാണ്? വാൽവേറ്റഡ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റഡ് ആൻഡ് വെക്സിലറി ആണ് അല്ലേ. ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ? മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സെപ്പിൾസ് ഓർ പെറ്റൽസ് ഇൻ എ ഫ്ലവർ ഈസ് കോൾഡ് ഈസ്റ്റിവേഷൻ. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കാം. പ്ലാസന്റേഷൻ അതുപോലെ ചോദിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലോറസൻസ് ചോദിക്കും, ഫില്ലോടാക്സ് ചോദിക്കും. ഇതിലൊക്കെ ഡെഫിനിഷനും എക്സാമ്പിൾസും ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വാട്ട് ഈസ് വീനേഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീനേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് വീൻസ് ആൻഡ് വെയിലൻസിനാണ് എന്ത് വീനേഷൻ എന്ന് പറയുന്നത്. റെറ്റിക്കുലേറ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഡൈക്കോട്ട് ലീഫിൽ. പാരലൽ ആണ് എന്ത്? പാരലൽ വീൻസ് കാണുന്നത് മോണോക്കോട്ട് ലീഫിൽ കാണുന്നത്. അപ്പം അത് ഓർത്ത് വെക്കാം.
അടുത്ത് നോക്കാം, നമ്മുടെ സീഡിൽ നിന്നാണ് ചോദ്യം അല്ലേ, ഫ്രൂട്ടിൽ നിന്നാണ് ചോദ്യം. ഡയഗ്രാം ഗിവൺ ബിലോ ഷോസ് എ ട്രൂ ഫ്രൂട്ട്. ഇത് ടെക്നിക്കൽ നെയിം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് A B എന്ന് ലേബൽ ചെയ്യാനും. ഏതാണ് ഡ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ A എന്ന് പറയുന്നത് എപ്പി കാർബും B എന്ന് പറയുന്നത് മീസോ കാർബാണ്. എഡിബിൾ ആണ് അല്ലെ മാംഗോന്റെ കേസിൽ. സോ മാംഗോ ഇസ് കൾട്ടിവേറ്റഡ് സെക്ഷുവലി ത്രൂ സീഡ്. പാർത്തനോ കാർബി എന്താണ് വെർജിൻ ഫ്രൂട്ട് എന്ന് നമ്മൾ പറയും. നാച്ചുറൽ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലെസ് ഫ്രൂട്ട്. പല തവണ ക്വസ്റ്റ്യൻസ് ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി ഫ്ലവറിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരിഗൈനസ് ഫ്ലവർ നിങ്ങൾക്ക് കാണാം, ഹാഫ് ഇൻഫീരിയർ ഓവറി. എപ്പിഗൈനസ് ഫ്ലവർ ആണ് ഇൻഫീരിയർ ഓവറി. അതുപോലെ തന്നെ ലാസ്റ്റ് കാണുന്ന ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ എന്തായിരിക്കും, സുപ്പീരിയർ ഓവറി ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ്. ക്ലോറോപ്ലാസ്റ്റ് ഇത് അമീലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? യെസ്, കണ്ടെയ്ൻ ക്ലോറോഫിൽ ആണ്. അമീലോപ്ലാസ്റ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്, എലിയോപ്ലാസ്റ്റ് സ്റ്റോർ ഓയിൽ ആൻഡ് ഫാറ്റ്. അതുപോലെ ക്രോമോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, കെരാട്ടിനോയിഡ്സ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ പ്ലാസ്റ്റിഡ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഗിവൺ ബിലോ ഇസ് ദ ഡയഗ്രാം ഓഫ് സെൽ ഓർഗനൽ. എല്ലാ സെൽ ഓർഗനലും അതിന്റെ ഫംഗ്ഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്, ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഫംഗ്ഷൻ എന്താണ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, ഇമ്പോർട്ടന്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപിഡ്. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കാം. ഫിഗർ തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ട് വെക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, സെൽ സൈക്കിളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്സ്റ്റേജസ് ഓഫ് മിയോസിസ് 1ഉം ഇവന്റും തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഡയാകൈനസിസ്, സൈഗോട്ടിൻ, പാക്കറ്റിൻ ആൻഡ് ഡിപ്ലോട്ടിൻ. ഡയാകൈനസിസിലാണ് എന്ത് നടക്കുന്നത്, ടെർമലൈസേഷൻ ഓഫ് ക്യാസ്മ, ടെർമിനലൈസേഷൻ നടക്കുന്നത്. സൈഗോട്ടിനിലോ സിനാപ്സിസ് നടക്കുന്നു. പാക്കറ്റിനിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നു. ഡിപ്ലോട്ടിനിലാണ് ഫോർമേഷൻ ഓഫ് കയാസ്മ. അപ്പൊ ശ്രദ്ധിക്കണം, ടെർമിനേഷൻ ഓഫ് കയാസ്മയാണ് ഡയാകൈനസിസിൽ, ഫോർമേഷൻ ഓഫ് കയാസ്മയാണ് ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ. അപ്പൊ അത് മാറിപ്പോവാതെ ടാബ്ലേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇനി അടുത്തത് ഇതാ, അനലൈസ് ദ ടേബിൾ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. പ്രൈമറി CO2 അക്സെപ്റ്റർ, പ്രൈമറി CO2 ഫിക്സേഷൻ പ്രോഡക്റ്റ് C3നും C4നും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി CO2 അക്സെപ്റ്റർ C3 പ്ലാന്റ്സിൽ ആരാണ്, RUBP ആണ്. അതേസമയം തന്നെ പ്രൈമറി CO2 ഫിക്സേഷൻ പ്രോഡക്റ്റ് ആണ് എന്ത്, 3-phosphoglyceric acid 3PG എന്ന് പറയുന്നത്. ലീഫ് അനാട്ടമി നോർമൽ അനാട്ടമിയാണ്. C4ൽ എന്താണ്, ക്രാൻസ് അനാട്ടമിയാണ്. ഇവിടെ എക്സാമ്പിൾ ഹിബിസ്കസ് ആണെങ്കിൽ C4ന്റെ എക്സാമ്പിൾ ആണ് എന്ത്, മെയ്സും സോർഗം. എക്സാമ്പിൾ കുറേ തവണ ചോദിക്കുന്നതാണ്, മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഫിഗറും പഠിക്കുമ്പോൾ കൂടെ തന്നെ പഠിക്കാം. ഒബ്സർവ് ദ ഗിവൻ diagram of LHC, light harvesting complex. Name the pigment that forms a reaction center. Name any one accessory pigment involved in photosynthesis. Mention the function of accessory pigment. Figure തന്നെ നമുക്കറിയാം എന്താണ്, ക്ലോറോഫിൽ എയിലാണ് നടക്കുന്നത്. ഇതിലെ ആക്സസറി പിഗ്മെന്റ് ക്ലോറോഫിൽ B എഴുതാം, സാന്തോഫിൽ കരോട്ടിനോയിഡ് ഏത് വേണേലും എഴുതാം. ഇനി ഈ ആക്സസറി പിഗ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്താണ്, അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ എനർജി ക്ലോറോഫിൽ to chlorophyll A and protect chlorophyll A from photo-oxidation. ഇപ്പോൾ chlorophyll A ലൈറ്റിനെ സ്വീകരിച്ച് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ആക്സസറി പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലീഫ് അനാട്ടമി seen in C4 plants? Which are the two type of cells seen in the anatomy? Why do C4 plants have better productivity and yield than C3 plant? അപ്പോൾ C4 anatomy നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പല തവണ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അവിടെയുള്ള ലീഫിന്റെ പ്രത്യേകത ക്രാൻസ് അനാട്ടമി എന്നാണ് നമ്മൾ പറയുക. ഇനി മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീറ്റ് സെൽസും ആണ് എന്ത്, അവിടെ നമ്മൾ കാണുന്ന 2 type ഓഫ് സെല്ല്. ഇനി C എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പ്രത്യേകത, ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ടോളറേറ്റ് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി, ഹൈ ടെമ്പറേച്ചർ, ക്രാൻസ് അനാട്ടമി. അപ്പോൾ C3നേക്കാളും C4 ബെറ്റർ ആണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഇത് പഠിച്ചു വെക്കണം, മറന്നു പോകരുത് കേട്ടോ. Then functions of auxins and gibberellins are given below. Write them in appropriate column. Initiate rooting and increase length of internode of sugarcane. Promote bolting in cabbage. Induce apical dominance. Hormones and functions പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം പഠിച്ചോളാം. ഓക്സിൻസും ജിബ്രലിൻസും നോക്കുക. ഓക്സിന്റെ ഫംഗ്ഷൻസ് ആണ് ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം, അതുപോലെ ഇൻഡ്യൂസ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. ജിബ്രലിന്റെ ഫംഗ്ഷൻ ആണ് ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഇന്റർനോഡ് ഓഫ് ഷുഗറിംഗ്, അതുപോലെ പ്രൊമോട്ട് ബോൾട്ടിംഗ് ഇൻ ക്യാബേജ്. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഹോർമോണിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഉറപ്പായിട്ടും. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യുക, ബോട്ടണിക്ക് മേടിക്കുക, ബയോളജിക്ക് തന്നെ ഫുൾ മാർക്ക് മേടിച്ചിട്ട് വരിക. A+ നിങ്ങൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഷുവർ ആക്കിയിരിക്കണം. സോ നമുക്ക് ഇനി +2ലേക്ക് എന്താണ് റിസ്ക് എടുക്കാനില്ല. അപ്പം ബയോളജി എന്ത് ചെയ്യുക, ഫുൾ മാർക്ക് ഇപ്പം തന്നെ ഉറപ്പാക്കിയേക്കുക. അതുപോലെ തന്നെ മക്കളെ, നമ്മൾ ഇനി അവസാനത്തെ ഒരു ക്ലാസ് ആണ് അല്ലെങ്കിൽ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇനി എന്ത് ചെയ്യാം, അടുത്ത് നമുക്ക് ലൈവിലും കാര്യങ്ങളൊക്കെ കാണാം. +2ലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും മീറ്റ് ചെയ്യാം. സോ വി വിൽ മിസ് യു ഓൾ. അപ്പം നിങ്ങൾക്ക്
എന്താണ് എന്തായാലും നമുക്ക് വീണ്ടും കാണാൻ കഴിയട്ടെ കേട്ടോ. സോ അടിപൊളിയായിട്ട് എക്സാം ചെയ്ത് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും മീൻസ് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം, അതിൻ്റെ ആൻസറും കൂടെ കമൻറ്റ് ചെയ്യണം, മറക്കില്ലല്ലോ. യെസ്, അപ്പം റെസിമോസ് ഇൻഫ്ലോറസൻസ് കാണുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എഴുതുക. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ.